الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. പ്രിയ സത്യവിശ്വാസിനികളെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ സഞ്ചരിക്കുവാനും ഇബാദത്തുകൾ ചെയ്യുവാനും അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ഈ ഒരു സന്ദർഭവും സമയവും സംസാരവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നല്ലൊരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇതുവരെ നിർവഹിച്ച നമ്മുടെ എല്ലാ ഇബാദത്തുകളും അർഹമുർ റഹീമീനായ നാഥൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ, നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നത് പരലോക രക്ഷയാണ്. ആ പരലോക രക്ഷ നമുക്ക് ലഭിക്കണമെങ്കിൽ, നാളെ സ്വർഗം നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ പ്രവാചകനെ അറിയുക എന്ന് പറയുമ്പോൾ ആദ്യമായി നമുക്കുണ്ടാകേണ്ടത് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളേക്കാൾ, നിങ്ങളുടെ മക്കളേക്കാൾ, ജനങ്ങളെക്കാൾ എല്ലാറ്റിനും ഉപരി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ നമ്മൾ പിൻപറ്റണം. എങ്കിലേ സ്വർഗമുള്ളൂ, എങ്കിലേ പരലോകത്ത് രക്ഷയുള്ളൂ. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാതെ ഒരിക്കലും നാളെ സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റബ്ബ് പഠിപ്പിച്ചത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ
ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. എത്ര സുന്ദരമായ വചനമാണ് പ്രിയപ്പെട്ടവരെ ഈ വചനമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഒരു ഉത്തമമായ മാതൃകയുണ്ട്. നല്ല ഒരു മാതാപിതാക്കളാകണോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കുക. നല്ലൊരു ന്യായാധിപൻ നിനക്കാകണോ, നല്ലൊരു അധ്യാപകൻ നിനക്കാകണോ, നല്ലൊരു കച്ചവടക്കാരൻ നിനക്കാകണോ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ നിറതുളുമ്പുന്ന വിശ്വാസികളെ ഒട്ടനവധി പാഠങ്ങൾ പഠിക്കുവാനുണ്ട് നമുക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. എന്നിട്ട് റബ്ബ് പറയുകയാണ്, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ. ആർക്കാണ് പ്രിയപ്പെട്ടവരെ അതിന് സാധ്യമാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അന്ത്യദിനത്തെയും അല്ലാഹുവേയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അല്ലാഹുവെ ധാരാളമായി സ്മരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അന്ത്യദിനത്തെ പ്രതീക്ഷിക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ബോധം നമുക്കുണ്ടാകണം. ഏത് സന്ദർഭത്തിലും അല്ലാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെയുള്ള ആളുകൾക്ക് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, അവിടുത്തെ സംസാരത്തിൽ, അവിടുത്തെ പ്രവർത്തനത്തിൽ മാതൃകയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ വിശ്വാസികളെ ഖേദകരമെന്ന് പറയട്ടെ, എത്രയോ ആളുകൾ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ അധ്യാപനങ്ങളെ സ്വീകരിക്കുന്നില്ല, മുഴുവൻ അധ്യാപനങ്ങളെ തിരഞ്ഞെടുക്കുന്നില്ല. ഇഷ്ടമുള്ളതെടുക്കുന്നു, ബാക്കിയുള്ളത് ഒഴിവാക്കുന്നു. ആ ഒരു സിസ്റ്റം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമകനായ ഇബ്രാഹിം മരിച്ച ദിവസമുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എന്താണ്? ഏതൊരു മാതാപിതാക്കൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ അവരുടെ മക്കള്? പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഖുർറത്തു അയ്ൻ, കൺകുളിർമ എന്നല്ലേ, ദുനിയാവിൻ്റെ അലങ്കാരമാണ് എന്നല്ലേ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പൊന്നുമകനങ്ങ് മരണപ്പെട്ട സന്ദർഭങ്ങളിലൂടെ പൊന്നുമോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് അതീവമായ സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ റബ്ബ് തൃപ്തിപ്പെടാത്ത, എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞാൻ ഇവിടെ പറയുകയില്ല, ഞാൻ ചെയ്യില്ല എന്നാണ്. പഠിക്കണ്ടേ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ പഠിക്കണ്ടേ നമ്മൾ? ജീവിതത്തിൻ്റെ എത്രയെത്ര രംഗങ്ങളിലാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിപ്പോകാറുള്ളത്. എവിടെയെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മകനാകട്ടെ, ഉപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുക. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൃത്യമായ ഒരു സമീപനം പാലിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലാണ് പ്രവർത്തിച്ചത്. നോക്കിയേ നിങ്ങൾ, മക്കം ഫതഹിൻ്റെ അന്ന് നമുക്കൊക്കെ അറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ച ആളുകളെ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ കിട്ടുകയാണ്. സാധാരണ നമ്മളെയൊക്കെ ഒരാൾ ബുദ്ധിമുട്ടിച്ചാൽ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തിയാൽ ആ വ്യക്തിയോട് നമുക്കുണ്ടാകുന്ന പ്രയാസം എത്രയായിരിക്കും? സ്വഹാബത്ത് പറയുകയാണ്, ഇന്ന് ചൂട് പിടിച്ച ദിവസമാണ്, ഇന്നിവിടെ രക്തമൊഴുകുന്ന ദിവസമാണ്. ഇത് കേട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഹാദാ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. വ അൻതും തുലഖാ, നിങ്ങളെല്ലാവരും ഇന്ന് സ്വതന്ത്രരാണ്.
എന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്നാൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്ന് ആളുകൾക്കിടയിൽ അവഹേളിക്കുവാനും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുവാനും ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ്. കവിതകളിലൂടെ, കഥകളിലൂടെ, ലേഖനങ്ങളിലൂടെ അവരെഴുതി വിടുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബാധ്യതയുണ്ട്. നമ്മുടെ മക്കളെ അറിയുന്നതിനേക്കാൾ, നമ്മുടെ സമ്പത്തിൻ്റെ വിശദവിവരങ്ങൾ അറിയുന്നതിനേക്കാൾ നമുക്ക് നേരായ മാർഗത്തിലേക്കുള്ള വഴികൾ പറഞ്ഞു തന്ന നമ്മുടെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൃത്യമായിട്ട് അറിയുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ അത്രയേറെ സ്വഭാവ ഗുണങ്ങൾ ഉൾക്കൊണ്ട പ്രവാചകനായിരുന്നു നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിൻ്റെ ഒരു രീതിയുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ വന്നുകൊണ്ട് കൊടുക്കും. അവർ ഹദിയയായിട്ട് കൊടുക്കും. അത്ര സ്നേഹമായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ സാരോപദേശങ്ങളെയും നന്മകളെയും സ്വഹാബത്ത് നെഞ്ചിലേറ്റിയിരുന്നു പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. അവരൽപ്പം മുന്തിരി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ വെച്ച് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് ഓരോന്നോരോന്നായി കഴിച്ചു തുടങ്ങി. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങക്ക് എന്ത് കിട്ടിയാലും അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടല്ലേ ഭക്ഷിക്കാറുള്ളൂ, ഇന്ന് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയാണ്, സ്വഹാബ, ആ സ്ത്രീ കൊണ്ടുവന്ന് തന്ന മുന്തിരിയുണ്ടല്ലോ, അതൽപ്പം പുളി കൂടിയ മുന്തിരിയായിരുന്നു, കുറച്ച് പുളിപ്പ് കൂടുതലുള്ള മുന്തിരിയായിരുന്നു. ഞാനിതെങ്ങാനും നിങ്ങളുടെ കയ്യിൽ തന്ന് നിങ്ങളെങ്ങാനും നിങ്ങളുടെ സംസാരത്തിനിടയിൽ അറിയാതെ നിങ്ങൾ പറയുകയാണ്, ഈ ഒരു പുളിച്ച മുന്തിരിയാണോ പെണ്ണേ നീ ഞങ്ങളുടെ പ്രവാചകന് കൊണ്ടുവന്ന് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ മനസ്സ് വേദനിക്കും സ്വഹാബ എന്നാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര പാഠങ്ങളാണ് ജീവിതത്തിലൂടെ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നിങ്ങൾക്ക് ആ പ്രവാചകനിൽ അനുപമമായ ഉത്തമമായ ഒരു മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ ഖുർആനായിരുന്നു പ്രിയപ്പെട്ടവരെ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച്? എന്താ പഠിപ്പിച്ചത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നുള്ളതാണ്. ആ രൂപത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകേണ്ടതുണ്ട്. നോക്കൂ വിശ്വാസികളെ, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊന്നും അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. എല്ലാം അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് കൊണ്ട് പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അദ്ദേഹം തന്നിഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള വഹീനനുസരിച്ച് കൊണ്ടാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ദീനിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ നിർദ്ദേശമില്ലാത്ത ഒരു കാര്യവും പ്രിയപ്പെട്ടവരെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താക്കീത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. നമ്മുടെ പേരിൽ അദ്ദേഹമെങ്ങാനും കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. അദ്ദേഹത്തെ നാം വലത് കൈകൊണ്ട് പിടികൂടുകയും
ثم لقطعنا منه الوتين. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവനാഡിയെ നാം മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. അല്ലാഹ് പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി അനുസരിച്ചുകൊണ്ടാണ് നമുക്ക് പഠിപ്പിച്ചെന്നത്. അതുകൊണ്ട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് നമ്മൾ പഠിക്കണം, ജീവിതത്തിൽ പുലർത്തണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ നിങ്ങൾ മുറുകെ പിടിക്കൂ. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് വിരോധിച്ചതിനെ നിങ്ങൾ ഒഴിവാക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ട്. എത്രയെത്ര ഉപദേശങ്ങളാണ് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയത്. എത്ര ഉപദേശങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിയത്. വീട്ടിൽ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ വിരിപ്പുകൾ നിങ്ങൾ കൊടയണം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾ അടച്ചിടണം, ബിസ്മി ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അടക്കണം. നിങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ മൂടി വെക്കണം. നിങ്ങളുടെ തീയൊക്കെ നിങ്ങൾ അണച്ചു വെക്കണം. നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ നിങ്ങൾ നന്നായി കഴുകണം. പ്രത്യേകിച്ച് കൊഴുപ്പൊക്കെ ഉള്ള ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിച്ചാൽ രാത്രി ഒരു പക്ഷേ ക്ഷുദ്രജീവികളുടെ അപകടം നമുക്കുണ്ടാകാം. നമ്മളോടുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ, നമ്മളോടുള്ള കാരുണ്യമാണ്. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന പോലും നമുക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അറിഞ്ഞോ ആ പ്രവാചകന്റെ സ്നേഹത്തെ നമ്മൾ? മനസ്സിലാക്കിയോ നമ്മൾ ആ പ്രവാചകന്റെ സ്നേഹത്തെ നമ്മൾ? എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഫീ കുല്ലി കബദിൻ റതുബത്തിൻ അജ്ർ. പച്ചക്കറിലുള്ള എന്തിനോടും നിങ്ങൾ കരുണ കാണിക്കണം. ജീവനുള്ള ജീവജാലങ്ങളോടും പക്ഷികളോടും മനുഷ്യരോടും എല്ലാറ്റിനോടും നിങ്ങൾ കരുണ കാണിക്കണമെന്നാണ്. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസ്വല്ലി. ഞാൻ എങ്ങനെ നമസ്കരിച്ചതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. ഖുദൂ അന്നീ മനാസികക്കും. നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ കർമ്മങ്ങളെ, ഹജ്ജിൻ്റെ കർമ്മങ്ങളെ നിങ്ങൾ പഠിക്കുക. ഇതൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടും മനസ്സിലാക്കി തന്നിട്ടും അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ വചനം അല്ലേ, എത്ര സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പഠിപ്പിച്ചതിന് ശേഷവും ദീനിൽ പുത്തനാചാരങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ പറഞ്ഞെന്താ അറിയോ? കണ്ടോ, ഇവർക്ക് സ്വലാത്തില്ല, ഇവർക്ക് ദിക്റില്ല, ഇവർക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല. ആര് പറഞ്ഞു പ്രിയപ്പെട്ടവരെ? ആര് പറഞ്ഞു ആ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണോ കൃത്യമായി കൊണ്ട് ചെയ്യാം, തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒരൊറ്റ കാര്യവും അത് നിസ്സാരമാണെങ്കിലും ആളുകൾ പറയുന്നത് പോലെ അതൊരു യാസീനല്ലേ, അതൊരു സൂറത്തല്ലേ, അതൊരു ഫാത്തിഹയല്ലേ എന്നുള്ളതല്ല. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെയൊക്കെ പള്ളികളിൽ, നമ്മുടെയൊക്കെ നാടുകളിൽ ചില പള്ളികളിൽ നമ്മൾ കാണാറുണ്ട് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂട്ടപ്രാർത്ഥന.
എന്തുകൊണ്ടാണ് അത് പാടില്ല എന്ന് പഠിപ്പിച്ചത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിട്ടില്ല, അത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, ഒരു പ്രാർത്ഥന അല്ലേ, അതിപ്പോൾ അത്ര തെറ്റുണ്ടോ? വളരെ ഗൗരവമാണ്. ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യം ചെയ്യുന്നത് ഗൗരവമാണ്. പരലോകം നഷ്ടപ്പെടും, നരകത്തിലേക്ക് എത്തിപ്പെടും. അതിനും വലിയ നഷ്ടം ഇനി നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥമായ സുന്നത്തിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ സമൂഹത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാൽ കൊടുക്കുന്ന ഹൗദുൽ കൗസർ എന്നുള്ള മഹനീയമായ ആ പാനീയം ഒരു വട്ടം കുടിച്ചാൽ പിന്നെ ദാഹമില്ലാത്ത ഏറെ സുന്ദരമായ ആ പാനീയം അവർക്ക് ലഭിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ ഹൗദുൽ കൗസർ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചില ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറ ഇങ്ങനെ ഇടുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹുവേ, അവരെൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്, അവരെൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറയുകയാണ്, നബിയേ, അങ്ങയുടെ മരണശേഷം ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്കറിയില്ല. അങ്ങയുടെ മരണശേഷം ഈ ദീനിൽ ചെയ്തു കൂട്ടിയ പുത്തനാചാരങ്ങളെ, ബിദ്അത്തുകളെ താങ്കൾക്കറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയാണ്, സുഹുഖൻ സുഹുഖാ, നിങ്ങൾ വിട്ട് ദൂരെ പൊയ്ക്കോ എന്നാണ്. നിങ്ങൾക്കിന്നതിൽ നിന്ന് പാനീയമില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ ബിദ്അത്തിൻ്റെ മേഖലകളിൽ നിന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കുകയും ചെയ്യണം എന്നുള്ളത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് ലഭിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉന്നതമായ പദവികളാണ് വസീല, ഫളീല എന്നുള്ളത്. ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, സലുല്ലാഹൽ വസീല, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എനിക്ക് വേണ്ടി വസീലയെ ചോദിക്കുക. സ്വഹാബത്ത് ചോദിക്കുകയാണ്, റസൂലേ, എന്താണ് വസീല എന്ന് പറഞ്ഞാൽ? അവിടുന്ന് പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അഅലാ ദറജത്തിൻ ഫിൽ ജന്നഹ്, സ്വർഗത്തിലെ അത്യുന്നതമായി കൊണ്ടുള്ള ഒരു പദവിയാണ് സ്വഹാബ. ലാ യനാലുഹാ ഇല്ലാ റജുലുൻ വാഹിദ്, അത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. അർജൂ അൻ അകൂന അനഹുവ, ആ വ്യക്തി ഞാനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളത് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിലേക്ക് ഒന്നൊഴിയാതെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ വിഷയത്തിൽ ഏതൊക്കെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടോ അതുപോലെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. എത്രയെത്ര ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും ഓരോരുത്തരോടുള്ള ബാധ്യതകളെക്കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, റഇമ അൻഫ് സുമ്മ റഇമ അൻഫുൻ സുമ്മ റഇമ അൻഫ്. യഥാർത്ഥത്തിൽ റഇമ അൻഫ് എന്ന് പറഞ്ഞാൽ മൂക്ക് കുത്തി വീഴുമെന്നാണ് അർത്ഥം. അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിന്ദ്യനായി തീരുമെന്നുള്ളതാണ്. ആരാന്നറിയോ പ്രിയപ്പെട്ടവരെ? ആർക്കാണ് അത് സംഭവിക്കുക എന്നറിയോ? വാർദ്ധക്യമെത്തിയ മാതാപിതാക്കളെ പരിപാലിക്കാത്ത ആളുകൾക്ക് നാളെ പരലോകത്ത് നരകമാണ് എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണ്ടേ? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് അനുധാവനം ചെയ്യുന്ന ഒരു വ്യക്തി
മാതാപിതാക്കളോടുള്ള വിഷയത്തിൽ അവനൊരു പാഴ്ച സംഭവിച്ചാൽ നഷ്ടപ്പെടുന്നത് നാളെ പരലോകമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ പരിശുദ്ധ ഖുർആൻ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അല്ലേ, പ്രസിദ്ധമായ നമുക്കൊക്കെ അറിയുന്ന പേരാണ്. എന്തുകൊണ്ടാണ് മുഹമ്മദ് എന്ന പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത്? മഹാനായ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ വിശദീകരിക്കുന്നു, ഫമുഹമ്മദുൻ ഹുവല്ലദീ കസുറ ഹംദൽ ഹാമിദീന ലഹു മർറതൻ ബഅദ ഉഖ്റാ. ഒന്നിന് പിന്നിൽ ഒന്നായിക്കൊണ്ട് അദ്ദേഹത്തിന് സ്തുതി പറയുന്നവരുടെ സ്തുതികളിങ്ങനെ അധികരിച്ച കാരണത്താലാണ് അദ്ദേഹത്തിന് മുഹമ്മദ് എന്ന പേര് ലഭിച്ചത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് ഹാ മാറി ആ കെട്ടുള്ള ഹ എങ്ങാനും ഉച്ചരിച്ചാൽ അർത്ഥത്തിൽ വ്യതിയാനം സംഭവിക്കും. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ തവണ പരിചയപ്പെടുത്തിയ പേരാണ് അഹ്മദ് എന്നുള്ളത്. അഹ്മദ് എന്നുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അൽ മുതവക്കിൽ എന്നൊരു നാമം നമുക്ക് കാണുവാൻ കഴിയും. ഭരമേൽപ്പിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഒരു പേര് എന്നുള്ളത് അൽ മാഹി, തുടച്ചു നീക്കുന്നവൻ. ഭൂലോകത്ത് നിന്ന് കുഫറിനെയും ശിർക്കിനെയും എല്ലാം തുടച്ചു നീക്കുന്നവൻ എന്ന രൂപത്തിലുള്ള ഒരു പേരാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളും കഥനകഥകളും പഠിച്ചവരാണ് നമ്മൾ, അല്ലേ? എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ ശിർക്കിനെയും അതുപോലെ തന്നെ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെയും ഇല്ലാതാക്കുവാൻ. മൂന്നാമതായി ഹദീസിൽ അദ്ദേഹത്തിന് വന്നൊരു പേരാണ് അൽ ഹാഷിർ, ആദ്യമായി പുനർജീവിപ്പിക്കുന്നവൻ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഒന്നാമതായി ഖബറിൽ നിന്ന് എണീക്കുക. ആ രൂപത്തിലാണ് ആ പേര് വന്നിട്ടുള്ളത്. നാലാമതായി ഹദീസിൽ വന്ന മറ്റൊരു പേരാണ് അൽ ആഖിബ്, അവസാനത്തെയാൾ എന്ന അർത്ഥത്തിൽ. അഥവാ ഇനി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു പ്രവാചകൻ ഇനി ഇവിടെ വരാനില്ല. അഞ്ചാമതായി അദ്ദേഹത്തിൻ്റെ ഒരു നാമമാണ് അൽ മുഖഫി, കഴിഞ്ഞുപോയ നബിമാരുടെ പാതകയെ പിന്തുടരുന്നവൻ എന്ന അർത്ഥത്തിലുള്ള ഒരു നാമമാണ്. ആറാമതായി അദ്ദേഹത്തിൻ്റെ ഒരു നാമമാണ് നബിയു തൗബ, അതുപോലെ തന്നെ മറ്റൊരു നാമമാണ് നബിയുർ റഹ്മ. പ്രിയപ്പെട്ടവരെ, ഇതിനു പുറമേയും നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളമായി പേരുകളുണ്ടെന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെയും മനസ്സിലാക്കി ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ, ഒരു ഖൈറായ കാര്യം ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ലഭിക്കുന്ന സന്തോഷം എത്രയാണ്. ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന പ്രയാസം എത്രയാണ്, അസ്വസ്ഥത എത്രയാണ്. അതുകൊണ്ട് നന്മകൾ ചെയ്യുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അവിടുന്ന് ദീനു പഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഏറെ സ്ഥാനം പിടിച്ച സ്വഹാബി വര്യനാണല്ലോ പ്രിയപ്പെട്ടവരെ. അബൂ ഹുറൈറ, പൂച്ചക്കുട്ടിയുടെ പിതാവ് എന്ന അപരനാമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നാമകരണം ലഭിക്കുവാനിടയായ സ്വഹാബിയാണ്. വളരെ ദരിദ്രനായ സ്വഹാബിയായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനുണ്ടായിരുന്നില്ല. പലപ്പോഴായി പള്ളികളിൽ ബോധം കെട്ട് വീഴുമായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കുവാൻ വയ്യ. ആ ഭക്ഷണത്തെ ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ഭക്ഷണത്തെ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിൻ്റെ വേളയിൽ പോലും സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശപ്പ് അനുഭവിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തെ പാഴാക്കരുത്.
ആ സ്വഹാബി വര്യൻ പലപ്പോഴായി പള്ളികളിൽ ബോധം കെട്ട് വീഴാറുണ്ടായിരുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അത്രയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ചു അദ്ദേഹം. അത് മാനവ കുലത്തിന് എത്തിച്ചു കൊടുത്തു. ഇന്ന് ഹദീസുകൾ വായിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ മഹത്വം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവർക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പിൻപറ്റിയവർക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് വിശിഷ്യ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമദാനിൽ പരലോകത്തെ ആഗ്രഹിക്കുന്നുണ്ടോ, സ്വർഗത്തെ ആഗ്രഹിക്കുന്നുണ്ടോ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്നുള്ളതാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഹൂനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ പറയുക, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക, എന്നെ സ്നേഹിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാളെ പരലോകത്ത് ഒന്നുമില്ലാത്ത ആളുകളിൽ പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചത്. വമൻ അറാദൽ ആഖിറഹ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വമൻ അറാദൽ ആഖിറ, ആര് പരലോകത്തെ ഉദ്ദേശിച്ചുവോ, വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ആ പരലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി അധ്വാനിക്കുകയും ചെയ്തുവോ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിപൂർവം അവരിൽ നിന്ന് സ്വീകരിക്കും. രണ്ട് കാര്യങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആത്മാർത്ഥമായി കൊണ്ടുള്ള പരിശ്രമമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ പരിശ്രമിക്കുകയാണ്, നമ്മൾ മത്സരിക്കുകയാണ്, നമ്മൾ അങ്ങേയറ്റം പ്രയത്നിക്കുകയാണ് സ്വർഗത്തിന് വേണ്ടി, അള്ളാൻ്റെ പ്രതിഫലത്തിന് വേണ്ടി, നമ്മുടെ പാപങ്ങൾ റബ്ബ് പുറത്തു തരാൻ വേണ്ടി അല്ലേ നമുക്ക് പരിശ്രമമുണ്ട്. അതോടൊപ്പം നമുക്ക് വേണ്ടത് എന്താണ്? വഹുവ മുഅ്മിൻ, വിശ്വാസമുണ്ടായിരിക്കണം, അടിയുറച്ച വിശ്വാസിയായിരിക്കണം, ലാഞ്ചനയില്ലാത്ത വിശ്വാസമായിരിക്കണം. കുടുംബക്കാരുടെ, കൂട്ടുകാരുടെ, ഭരണാധികാരികളുടെ മുമ്പിൽ പണയം വെക്കാത്ത വിശ്വാസമായിരിക്കണം. അങ്ങനെയുള്ള ആളുകളുടെ കർമ്മങ്ങൾ പടച്ച റബ്ബ് നന്ദിപൂർവം അവരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോൾ എന്തിന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഭയപ്പെടണം? എന്തിന് നമ്മൾ പേടിക്കണം? എന്തിന് നമ്മൾ ദുഃഖിതരാകണം? അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ കൃത്യമായി കൊണ്ട് പിൻപറ്റുക എന്നുള്ളതല്ലാതെ വേറെ ഒരു രക്ഷയും നമുക്ക് ദുനിയാവിലില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സന്ദർഭങ്ങളെ, സമയങ്ങളെ, മാസങ്ങളെ, വർഷങ്ങളെ ഒക്കെ നമ്മളിങ്ങനെ ആലോചിക്കണം. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന പല ആളുകളും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് നാം ഈ പരിശുദ്ധമായ റമദാനിൽ എത്തിപ്പെട്ടത്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളോട് ഒരു ആത്മാർത്ഥമായ ഒരു ഹുബ്ബുണ്ടാകണം, ഒരു സ്നേഹമുണ്ടാകണം. നമസ്കാരം അത് ആസ്വദിച്ച് നിർവഹിക്കുവാനുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അത് ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കുവാനുള്ളതാണ്. റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് ഇഖ്ലാസോടു കൂടിയും ഖുശൂവോടു കൂടിയിട്ടുമുള്ളതാണ് അല്ലേ. തറാവീഹ് നമസ്കാരം അത് ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കുവാനുള്ളതാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഇബാദത്ത് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരു വിമ്മിഷ്ടം പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഉണ്ടാവരുത് കേട്ടോ. കർമ്മങ്ങളില്ലാതെയായി പോകും. ആ കർമ്മങ്ങളോട് സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവരേണ്ടത്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെ പരിശുദ്ധമായ റമദാനിലേക്ക് എത്തിച്ചു. അള്ളാഹ്ക്ക് നമ്മൾ ഹംദ് പറയുക, അള്ളാഹുവിനെ സ്തുതിക്കുക. ഓരോ ദിവസവും പ്രിയപ്പെട്ടവരെ എത്രയെത്ര പെട്ടെന്നാണ് നമ്മിൽ നിന്ന് മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ 10 നിന്ന് നമ്മളിതാ വേർപിരിഞ്ഞ് 2ാമത്തെ 10 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണ്ടേ, എൻ്റെ കർമ്മങ്ങൾ എൻ്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഞാൻ സുദീർഘമായി നമസ്കരിച്ചവനാണ്, സുദീർഘമായ സമയത്ത് ഞാൻ ഖുർആൻ പാരായണം ചെയ്തവനാണ്. എൻ്റെ കർമ്മം, എൻ്റെ പരിശുദ്ധ ഖുർആൻ പാരായണം എൻ്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഇത് ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ എനിക്ക് ഉത്തരം നൽകേണ്ടതും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉത്തരം നൽകേണ്ടതുമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടുകൂടി ചിന്തിക്കുക, ആത്മാർത്ഥതയോടുകൂടി മത്സരിക്കുക. ഏത് നിമിഷവും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടവരാണ് നമ്മൾ. ഈ പരിശുദ്ധമായ റമദാനിൽ പോലും ഒരുപാട് ആളുകൾ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളും ഒരു ദിവസം മരണപ്പെടും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ മരണം നമ്മെ പിടികൂടുന്നതിൻ്റെ മുമ്പ് ആത്മാർത്ഥമായി ആ റബ്ബിങ്കിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയുമായി നമ്മൾ അടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ നിർദ്ദേശങ്ങളെയും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെയും പിൻപറ്റുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളെ, അബദ്ധങ്ങളെ, ന്യൂനതകളെ അർഹമുർ റാഹിമീനായ നാഥൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.